അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുന്നാൾ ദിവസവും വെള്ളിയാഴ്ചയും ഒരേ ദിവസമായി കഴിഞ്ഞാൽ ജുമുഅ നിർബന്ധമാണോ അല്ലേ എന്നുള്ളതാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നിപ്പോകും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ലളിതമായ ഒരു വിഷയത്തെ ആളുകൾ വൈകാരികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പെരുന്നാൾ നിസ്കാരവും ജുമുഅ നിസ്കാരവും ഒരേ ദിവസമായി കഴിഞ്ഞാൽ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിന് ഇത്ര വലിയ ഒരു കോലാഹലം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കറിയാം, മദ്ഹബിൻ്റെ ഇമാമുകൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളാണ്. എന്നിട്ട് അവരാരും പരസ്പരം ഇതുപോലെ പഴിചാരിയിട്ടില്ല, പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല, മോശമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എതിർത്തിട്ടില്ല. പകരം അവരെല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ വ്യക്തവും കൃത്യവുമായിട്ടുള്ള വിവരങ്ങൾ ആർക്കാണോ ലഭിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, ഞങ്ങളെ തള്ളിക്കളയണം. ഈ രൂപത്തിലാണ് അവരുടെ ഏറ്റവും നല്ല നിലപാടുകൾ അവർ നമ്മളെ അറിയിച്ചു തന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം വരുന്ന പെരുന്നാൾ സുദിനത്തിൽ ആ നോമ്പ് കൊണ്ട് ഒരു സത്യവിശ്വാസി നേടിയെടുക്കേണ്ട ഗുണങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് ഇത്തരം കാര്യങ്ങളെ ആളുകൾ എടുക്കുന്നത്. ഈ ഒരു റമളാൻ മാസത്തിലൂടെ, നോമ്പിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ക്ഷമയുണ്ടാവണം, അതുപോലെ തന്നെ വിശാല മനസ്സുണ്ടായിരിക്കണം. ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സുന്ദരമായ തത്വങ്ങൾ ആളുകൾക്ക് വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ പോലും ഇങ്ങനൊരു അവസരം വരുമ്പോൾ, ഇത്തരം ഒരു സംഗതി സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അതിനെ സമീപിക്കുന്നത് വളരെയധികം വേദനാജനകമായ രൂപത്തിലാണ്. നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ല സ്വന്തം പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളും ഇത്രയധികം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ആവശ്യമുണ്ടോ? ശരിയെന്താണെന്ന് പറഞ്ഞു കൊടുക്കാം, അത് സ്നേഹത്തോടു കൂടിയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ അഭിപ്രായമില്ലാത്ത ആളുകളെ ശക്തമായ രൂപത്തിൽ എതിർത്തുകൊണ്ടും വീറും വാശിയും നിറഞ്ഞ സംസാരത്തോടു കൂടിയും അതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുമാണോ ഈ അഭിപ്രായമില്ലാത്ത ആളുകളെ എതിർക്കേണ്ടത്? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് സ്നേഹമായ ഭാഷയിലല്ലേ, സ്നേഹമായ രൂപത്തിലല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 3 വ്യത്യസ്തമായ നിലപാടുകൾ ഈ കാര്യത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളും ഒരേ ദിവസമായി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കരിക്കണം, എന്നാൽ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ജുമുഅ പിന്നീട് നിർബന്ധമില്ല, അതിൽ ഇളവുണ്ട്, അവർ വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഒരിക്കലും അത് പാടില്ല, രണ്ടും വേണം. വെള്ളിയാഴ്ച ആ ഒരു പെരുന്നാൾ നിസ്കരിച്ച ആളുകൾ ജുമുഅ നിർബന്ധമായിട്ടും നിസ്കരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ, ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കാണ് ആ ഇളവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. അന്നത്തെ കാലത്ത് ഒരൊറ്റ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് വീട്ടിൽ പോയി വീണ്ടും തിരിച്ച് ജുമുഅക്കെത്താൻ പ്രയാസമുള്ളത് കൊണ്ട് അവർക്ക് മാത്രമായി കൊടുത്തൊരു ഇളവാണത്. അത് എല്ലാവർക്കും ബാധകമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അടുത്തടുത്ത് പള്ളികൾ ഉണ്ടാകുമ്പോൾ ആ ഇളവുകൾ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഇങ്ങനെ 3 വ്യത്യസ്ത നിലപാടുകളുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നോക്കൂ, നിങ്ങൾ ഏത് സ്വീകരിച്ചാലും എന്തിനാണ് മറ്റുള്ള ആളുകളെ ഇത്രയധികം വിമർശിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് എതിർക്കുന്നത്? എന്തിനാണ്? ആ വിഷയം അങ്ങ് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ഇവിടെ ഒരാൾ തീരുമാനിക്കുകയാണ്, എന്തായാലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? ജുമുഅ നിസ്കരിക്കുക. ആ ഒരു പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ജുമുഅയും കൂടി നിസ്കരിക്കുക. അങ്ങനെ ജുമുഅ നിസ്കരിക്കാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നത് ജുമുഅ നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, അതാണ് അഫ്ദൽ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ പിന്നെ ആ ഏറ്റവും നല്ല അഫ്ദൽ അങ്ങ് സ്വീകരിച്ചാൽ പോരെ, അതങ്ങ് സ്വീകരിക്കുക. പക്ഷേ ഇനി അങ്ങനെയല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇളവ് നൽകിയിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങനെ എടുക്കുന്ന ആളുകൾ അങ്ങനെ എടുത്തോട്ടെ.
അവർ ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കിയത്. ഇനി ഈ ഒരു ഹദീസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 4-5 ഹദീസുകളൊക്കെ ആ രൂപത്തിൽ വന്നല്ലോ. ഇനി നമ്മൾ ആ ഹദീസ് ഒന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ 2 രൂപത്തിൽ മനസ്സിലാക്കാനും സാധ്യതയുണ്ടല്ലോ. 2 രൂപത്തിലും ആ ഹദീസിനെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജുമുഅക്ക് പകരം ഇത് മതിയാകും എന്ന് പറഞ്ഞാൽ ആ പെരുന്നാൾ നിസ്കാരം മതിയാകും. എന്നാൽ നമ്മളിവിടെ ജുമുഅ സംഘടിപ്പിക്കും. അപ്പോൾ ജുമുഅ നമ്മളിവിടെ സംഘടിപ്പിക്കും, നമ്മുടെ കൂടെ കൂടേണ്ട ആളുകൾക്ക് കൂടാം എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ അതിനെ 2 രൂപത്തിലും മനസ്സിലാക്കിക്കൂടെ? ഒന്ന്, അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ ദൂരെയുള്ള ആളുകൾ നിങ്ങൾ വരേണ്ടതില്ല, ബാക്കിയുള്ളവരെല്ലാവരും വരൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ആ ഇളവ് എടുക്കാം എന്നൊരാൾ അതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? ഇനി ഇതേ ഹദീസിനെ മറ്റൊരാൾ മനസ്സിലാക്കുന്നത് വേറൊരു രൂപത്തിലാണ് വിചാരിക്കുക. അതായത് ഒരുപാട് ദൂരെയുള്ള ആളുകൾ അങ്ങോട്ട് വരും, ഒരൊറ്റ പള്ളിയേ ഉള്ളൂ, അപ്പോൾ ആ ആളുകൾക്ക് വീട്ടിലേക്ക് പോയി തിരിച്ചു വരാൻ പ്രയാസമുള്ളത് കൊണ്ട് അവർക്ക് നൽകിയ ഇളവാണത് എന്നുള്ള രൂപത്തിൽ അതിനെ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ആ മനസ്സിലാക്കലും ഒരു തെറ്റെന്ന് പറഞ്ഞുകൂടാ. ഇനി ഇതിൽ ഏതാണ് ശരി? ഇത് ദൂരക്കാർക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാവർക്കും ഈ ഇളവ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് എന്താണ്? സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് അത് നിർവഹിക്കലാണ് അല്ലേ, ആ ജുമുഅയും കൂടി നിർവഹിക്കല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് പള്ളി എന്നുള്ളത് വളരെ അടുത്തടുത്ത് കിട്ടുന്ന സംഗതിയാണ്. ഒട്ടും അധികം ദൂരമൊന്നുമില്ല, നമുക്ക് വളരെ അടുത്ത് പള്ളികളുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അതത്ര വലിയൊരു പ്രയാസമുള്ള കാര്യമില്ല. വീട്ടിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്ക് ഉച്ചയാകും എന്നുള്ള പ്രശ്നമൊന്നും വരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് സ്വീകരിക്കലാണ്. മാത്രമല്ല നാം ജുമുഅ സംഘടിപ്പിക്കും, അതിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചല്ലോ, അപ്പോൾ ആ ഒരു സുന്നത്തെടുക്കുക, ആ രൂപത്തിൽ അതിനെ കാണാനും പറ്റുമല്ലോ. അപ്പോൾ ഇത് 2 രൂപത്തിൽ എടുത്തു കഴിഞ്ഞാലും ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ ഈ ഒരു ഹദീസിനെ 2 രൂപത്തിലും മനസ്സിലാക്കാൻ സാധ്യതയുള്ളൊരു ഹദീസാണ്. 2 രൂപത്തിൽ മനസ്സിലാക്കിയാലും അവിടെ ഷിർക്കോ കാര്യങ്ങളോ ഒന്നും വന്നു പോകുന്നൊന്നുമില്ല. ഒരു വളരെ അള്ളാഹു പൊറുക്കാത്ത വലിയൊരു തെറ്റൊന്നും അതിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കാതെ 2 രൂപത്തിലും മനസ്സിലാക്കാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് മദ്ഹബിൻ്റെ ഇമാമുമാർ പോലും അതിനെ 2 വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കിയത്. പക്ഷേ അവരാരും പരസ്പരം എതിർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിലും 2 രൂപത്തിലും മനസ്സിലാക്കുന്ന ആളുകളുണ്ടാകും. അവർ മനസ്സിലാക്കിയതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ശരിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശരി പറയാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ട, വിമർശിക്കേണ്ട, വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് എതിർക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ രൂപത്തിൽ നമ്മളതിനെ എതിർക്കുമ്പോൾ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ പരിശീലനമൊക്കെ ഇല്ലാതായി പോവല്ലേ ചെയ്യുന്നത്. യാതൊരു പരിശീലനവും നമുക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ മുസ്ലിം ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വലിയ പ്രശ്നം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നമ്മളുടെ പണ്ഡിതന്മാരുടെ പോലും സംസാരവും പ്രതികരണ രീതിയുമൊക്കെ. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസമായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നിസ്കാരത്തിൽ കൈ എവിടെയാണ് കെട്ടേണ്ടത്? ഇതൊക്കെയാണ് മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നിപ്പോകും ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന അമലുകൾ ബാത്തിലായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വിഷയത്തിൽ മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 വീക്ഷണങ്ങളിൽ കൂടുതൽ ശരി ഏത് എന്ന് തോന്നുന്നത് നമുക്ക് സ്വീകരിക്കാം. മറ്റുള്ള ആളുകളെ ആക്ഷേപിക്കാതിരിക്കുക. ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ജുമുഅ നിസ്കാരം കൂടെ നിർവഹിക്കലാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് എന്ന് ആരും പറയുന്നില്ല. എന്നാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് എന്നാണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സംഗതി സ്വീകരിച്ചാൽ മതി. അതാണല്ലോ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത്. ആ രൂപത്തിൽ അത് സ്വീകരിക്കുക. ഇനി അത് സ്വീകരിക്കാത്ത ആളുകൾ അവർ ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ ആ ഇളവ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ സ്വീകരിക്കുന്ന ആളുകളാണ്, അവരെയും നമ്മൾ അംഗീകരിക്കുക. ഈ ഒരു രീതിയിൽ ഈ ഒരു വിഷയത്തെ സമീപിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ നിലപാടാവേണ്ടത്. അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.